ഹായ്. ഇന്ന് നമുക്ക് രാവിലെ ഉണ്ടായിരുന്ന ഓട്ടത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഉണ്ടായിരുന്നത് പെരുമ്പാവൂർക്കുള്ള ഓട്ടമായിരുന്നു. പെരുമ്പാവൂർക്കുള്ള ലോഡ് കയറ്റുന്ന വീഡിയോ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ എടതിരിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആദ്യത്തെ ലോഡ് കയറ്റി തുടങ്ങുന്നത്. നമ്മളെ വണ്ടിമേൽ ഇവരെ കയ്യിൽ നിന്നാണ് ലോഡ് ഇറക്കിയപ്പോൾ തടി തെറ്റി വീണ് ഡാമേജ് വന്നത്. നമ്മൾ വണ്ടിയിൽ സ്ക്രാച്ച് വീണതൊക്കെ അത് കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും അങ്ങനെ സംഭവിച്ചത്. ഈ വീട് കണ്ടപ്പോൾ എൻ്റെ പഴയ വീട് ഓർമ്മ വന്നു. നമ്മളെ വീടും ഏകദേശം അതേപോലെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു പഴയ ഓടും വീടായിരുന്നു. അപ്പോൾ ആ വീട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ അത് പൊളിച്ച് കളഞ്ഞേക്കണം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ പെട്ടെന്ന് ആ ഓർമ്മയാണ് വന്നത്. അങ്ങനെ നമ്മൾ ലോഡ് കയറ്റി തുടങ്ങി. ലോഡ് 2 ലൈനായിട്ടാണ് കയറ്റുന്നത്. നീളത്തിലാണ് കയറ്റുന്നത്. നീളത്തിൽ കയറ്റുമ്പോൾ നമ്മൾ വണ്ടിക്ക് പുറത്ത് കുറ്റില്ലാത്തതിൻ്റെ പേരിൽ ഉള്ളിൽ സൈഡിൽ രണ്ട് സൈഡിലും 2 കുറ്റി വെച്ചിട്ട് ലോഡ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാനായിട്ടാണ് നമ്മൾ 2 കുറ്റി വെക്കുന്നത്. പണിക്കാരും കുഴപ്പമില്ല, നല്ല പണിക്കാരാണ്. അവർ 3 പേരുള്ളൂ. നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ്. പുറകിൽ നിന്ന് കുറച്ചധികം തോളിലേറ്റി കൊണ്ടുവരാനായിട്ടുള്ള ദൂരമുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും ലോഡ് ചെയ്യാനായിട്ട്. കാരണം വലിയ തടികൾ വണ്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ സാധാരണ വെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് വണ്ടിയിലേക്ക് കൊണ്ടുവരുള്ളൂ. ചെറിയ കഷ്ണങ്ങളൊക്കെ അവർ ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ വണ്ടി വരുന്ന സ്ഥലത്തേക്ക് അടുപ്പിച്ചിടും. വലിയ കടപ്പീസ് അതിൻ്റെ 2-ാം മുറി 3-ാം മുറിയുള്ള കഷ്ണങ്ങളൊന്നും അടുപ്പിക്കുന്നുണ്ടാവില്ല. കാരണം അത് ഒരു പ്രാവശ്യം പൊക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നീട് അത് കൊണ്ടുവന്നിട്ട് 2-ാമതും 3-ാമതും ഒക്കെ പൊക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ മെയിൻ തടിയൊന്നും കൊണ്ടുവരില്ല വണ്ടിയുടെ അടുത്തേക്ക്. പിന്നീട് ആണ് വണ്ടി വന്നതിന് ശേഷമാണ് നേരിട്ട് വണ്ടിയിലേക്കാണ് അത് കൊണ്ടുവന്ന് അടിക്കുക. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നുള്ള ലോഡൊക്കെ കയറ്റി നമ്മൾ പിന്നീട് പോകുന്നത് പൊരുബസാർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അവിടെ നിന്നാണ് ബാക്കിയുള്ള ലോഡ് വരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെറിയ ചെറിയ വീഡിയോകളാണ് നമ്മൾ ചെയ്യുക. വീഡിയോകൾ പല എഡിറ്റിങ്ങും അല്ലെങ്കിൽ സംസാരത്തിലും ഒക്കെ പലവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, എഡിറ്റിങ്ങിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല. പിന്നെ അത് പഠിക്കാനായിട്ടുള്ള നേരവും ഇല്ല. കാരണം ഓട്ടമുണ്ട്, കുഴപ്പമില്ലാത്ത ഓട്ടമുണ്ട് നമുക്ക്. അത്യാവശ്യം നമ്മൾ തടി മാത്രമല്ല എല്ലാ മെറ്റീരിയൽസും ഓടുന്നതിൻ്റെ പേരിൽ അത്യാവശ്യം ഓട്ടമുണ്ട്. അപ്പോൾ സമയം കുറച്ച് പരിമിതമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. വണ്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് കുറച്ച് പേര് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് വീഡിയോ എടുത്ത് തരാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയ പരിചയമുള്ള ആരുമില്ല. നമ്മളങ്ങനെ അടുത്ത 2-ാമത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ലോഡ് കയറ്റി തുടങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പോൾ വീഡിയോ നമ്മൾ എടുക്കുന്നില്ല. കാരണം ഇവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ എവിടെ വെക്കാനോ അല്ലെങ്കിൽ വേറെ എടുത്തു തരാനോ ആളില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.
ഇന്ന് നമ്മൾ കൊണ്ടുപോയ ലോഡ് 4 ടണ്ണും 870 കിലോ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടവർക്ക് ഇതിൻ്റെ തൂക്കം അറിയാൻ വേണ്ടിയിട്ടാണ്.